പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ, അമ്പലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജി സുധാകരൻ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് മടങ്ങുകയാണ്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. ലോക് ഭവനിൽ കൃത്യം 9:45 40 കഴിഞ്ഞപ്പോഴാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. നാളെ ജി സുധാകരനാണ് നിയമസഭയിൽ. മറ്റ് ഗവർണർ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ആ ദൃശ്യങ്ങൾ. പ്രോട്ടം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത ജി സുധാകരൻ ഉണ്ട്. ഒപ്പം തന്നെ ലോക് ഭവനിൽ എത്തിയ എല്ലാവരെയും വണങ്ങുന്ന ഗവർണറെയും പ്രേക്ഷകർക്ക് കാണാം. രാജേന്ദ്ര ആർലേഖ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞു. വളരെ ഹ്രസ്വമായ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങായിരുന്നു. അവിടെ പ്രോട്ടം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ജി സുധാകരൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ജി സുധാകരൻ 1996 കായംകുളത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. 2001 അതേ കായംകുളത്ത് തന്നെ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. പിന്നീട് 2006, 2011, 2016 അമ്പലപ്പുഴയിൽ നിന്ന് വിജയിക്കപ്പെട്ടു. 2021 അവസരം നിഷേധിക്കപ്പെട്ടു. 2026 വീണ്ടും അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയ മുതിർന്ന നിയമസഭാ സാമാജികനായി ജി സുധാകരൻ പ്രോട്ടം സ്പീക്കറായി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ലോക് ഭവനിൽ നാളെ ജി സുധാകരനാണ് മറ്റ് MLA-മാർക്കും ഒപ്പം തന്നെ പുതുതായിട്ട് ചുമതലയേൽക്കുന്ന സ്പീക്കറുണ്ട്. സ്പീക്കറെ തെരഞ്ഞെടുക്കുന്ന ചടങ്ങുകൾക്കും നേതൃത്വം വഹിക്കുക, ചുമതല ഏൽക്കുക. അപ്പോൾ TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, ഇപ്പോൾ ചടങ്ങുകൾ കഴിഞ്ഞു. വളരെ ഹ്രസ്വമായ ചടങ്ങാണ്. ആ ഹ്രസ്വമായ ചടങ്ങ് കഴിഞ്ഞ് ഇപ്പോൾ തിരികെ മടങ്ങിയോ പ്രോട്ടം സ്പീക്കർ ജി സുധാകരനും മുഖ്യമന്ത്രിയും മന്ത്രിമാരും? അരുൺ, മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി മടങ്ങി, അതിന്റെ പിന്നാലെയായി ഓരോ മന്ത്രിമാരും മടങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രോട്ടോം സ്പീക്കർ മടങ്ങിയെന്ന കാര്യം വ്യക്തമായത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ CP ജോണിനെ നമുക്ക് കാണാം. ബിന്ദു കൃഷ്ണ അല്പസമയം മുമ്പ് പോയി. ആദ്യം മുഖ്യമന്ത്രിയാണ് പുറത്തിറങ്ങിയത്. വളരെ ചുരുങ്ങിയ സമയത്ത് നടന്ന ചടങ്ങാണ്. PRD തത്സമയ ദൃശ്യങ്ങൾ അനുവദിച്ചിരുന്നില്ല. അതിന്റെ ഉള്ളിൽ നിന്നുള്ള മറ്റ് ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പാകെ കാണിക്കുന്നത്. ഓരോ മന്ത്രിമാരായി, ഓരോ ഉദ്യോഗസ്ഥരായി പുറത്തേക്ക് പോവുകയാണ്. ഷിബു ബേബി ജോണാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഓരോ മന്ത്രിമാർ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇത് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റിലെത്തിയ ഉടനെ തന്നെ മന്ത്രിസഭാ യോഗം തുടങ്ങുന്ന സമയമാകുന്നു. KM ഷാജിയാണ് 9ാം നമ്പർ കാറിലുള്ളത്. 10ാം നമ്പർ കാറിൽ അടുത്ത മന്ത്രി പോകുന്നു. OJ ജിനീഷാണ് 10ാം നമ്പർ കാറിൽ ലോക് ഭവനിലേക്ക് എത്തി തിരിച്ചു പോകുന്നത്. ഏറ്റവും നിർണായകമായ ഒരു മന്ത്രിസഭാ യോഗത്തിലേക്കാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നത്. എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇവിടെ ലോക് ഭവനിൽ അല്പസമയം മുമ്പ് 9:30 തന്നെ ആ ചടങ്ങ് നടന്നിരുന്നു എന്നാണ് ലോക് ഭവനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവിടുത്തെ ദൃശ്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. തത്സമയ സംപ്രേഷണം ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. മുഖ്യമന്ത്രി മടങ്ങി, ഓരോ മന്ത്രിമാരായി പുറത്തേക്ക് ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. PRDയിൽ നിന്നും ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. സത്യപ്രതിജ്ഞ ചെയ്ത് അതിൽ ഒപ്പുവെച്ചതിന് ശേഷം പ്രോട്ടം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത ജി സുധാകരനെ ഗവർണർ പൂച്ചെണ്ട് നൽകുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിനുശേഷം ഒരു ഷോൾ കൂടി ജി സുധാകരനെ അണിയിക്കുന്നുണ്ട് ഗവർണർ. ലോക് ഭവനിൽ നടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ, മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിയതിനു ശേഷം അതിൽ ഒപ്പിട്ട് ജി സുധാകരൻ ഇപ്പോൾ പ്രോട്ടം സ്പീക്കറായിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ജി സുധാകരൻ പ്രോട്ടം സ്പീക്കറായിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങൾ. ലോക് ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. അപ്പോൾ ജി സുധാകരൻ കായംകുളത്ത് നിന്ന് അമ്പലപ്പുഴയിൽ നിന്ന് 2006, 11, 16 പിന്നെ 2026 4 തവണ അമ്പലപ്പുഴയിൽ നിന്നും 1 തവണ കായംകുളത്ത് നിന്നുമാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഏറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഏറെക്കാലത്തെ 5.5 പതിറ്റാണ്ടിൻ്റെ പാർട്ടി അനുഭവ പരിചയമാണ് ജി സുധാകരനുള്ളത്. അതാണ് 2026 തിരഞ്ഞെടുപ്പ് കാലത്ത് വിച്ഛേദിച്ച് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തീരുമാനമെടുക്കുകയും UDF പിന്തുണയ്ക്കുകയും ചെയ്തത്. ഇപ്പോൾ UDFിൻ്റെ സ്വതന്ത്രനായ MLA എന്ന നിലയിലാണ് സഭയിലുണ്ടാവുക. ജി സുധാകരനോടൊപ്പം TK ഗോവിന്ദനും പയ്യന്നൂരിൽ നിന്നുള്ള V കുഞ്ഞികൃഷ്ണനുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹയാത്രികരായിരുന്ന, അതും പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട 3 നേതാക്കൾ ഇന്ന് UDFിൻ്റെ സ്വതന്ത്രരായി നിയമസഭയിലുണ്ട്. അതിലേറ്റവും പരിചയസമ്പന്നനായ, ഏറ്റവും അനുഭവ സമ്പത്തുള്ള, ഏറ്റവും ദീർഘകാലം നിയമസഭയിലുണ്ടായിരുന്ന 2 നേതാക്കളാണ്. ഒന്ന് ജി സുധാകരനും, ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായി മറ്റന്നാൾ തെരഞ്ഞെടുക്കപ്പെടും. ഇന്ന് ജി സുധാകരൻ പ്രോട്ടം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഇനി ലോക് ഭവനിൽ നിന്ന് ഇവരെല്ലാവരും മടങ്ങുന്നു. ഉള്ളത് ഇനി മന്ത്രിസഭാ യോഗമാണ്.
ഇപ്പോൾ ജി സുധാകരൻ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് പ്രോട്ടം സ്പീക്കറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.